ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 4 മണി പലഹാരം കേട്ടോ. ഈ ചെറിയ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. കാരണം ഇതിലൊരു തുള്ളി എണ്ണപ്പോലും നമ്മൾ ചേർക്കണില്ല. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിക്കണേ, ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം തിളച്ചിക്കണേ, ഇതിലേക്ക് പാത്രം നല്ല പത്തിരിക്കൊക്കെ പൊടിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിക്കണേ. ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിന് ശേഷം നമുക്ക് ചൂട് കൊടുക്കുക. തന്നെ അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. എള്ള് തികച്ച ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ലൈറ്റ് ചൂട് കൊടുക്കാതെ നമുക്കിത് കുഴച്ച് മയപ്പെടുത്തിയിരിക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇതുപോലെ കുഴച്ചിട്ട് മാറ്റി വെച്ചിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഒരു വെള്ളരിക്ക കേട്ടോ. ഇതിന് തൊലിയൊക്കെ ഒന്ന് കളയുക, കൂരും കളഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തുക്കണേ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുരണ്ടണം. ഇതേപോലെ ഒരു പലക ഉണ്ടെങ്കിൽ ഇതേപോലെ ചുരണ്ടി എടുക്കുക, അല്ലെങ്കിൽ നല്ല കൊത്തി അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ചുരണ്ടി എടുത്തുക്കണേ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മിൽമൻ്റെ നെയ്യ് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് എത്ര കുറക്കണേ അത്രയും നല്ലതാണിത്. ഇനി അത് നല്ല ഉരുകി വരുമ്പോൾ തീ കുറച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ച വെള്ളരിക്ക ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ അത് ആ നെയ്യിൽ കടന്നൊന്ന് വെന്ത് കിട്ടണം നമുക്ക് കേട്ടോ. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. വാട്ടി നല്ലൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 3 ഏലക്കായ് കുത്തിയത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പാകത്തിന് ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെറിയ തീ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. വലിയ തീയിലാകുമ്പോൾ പെട്ടെന്നത് അടി പിടിക്കും. അപ്പോൾ ചെറിയ തീ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഉരുകിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് തീ കൂട്ടി വെക്കണം. അപ്പോൾ ഞാൻ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം നല്ലോണം ഇളക്കിയ ശർക്കര ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയം നമുക്കിതൊന്ന് വാങ്ങി ചൂടാറാൻ വേണ്ടി വെക്കുക. അപ്പോൾ ചൂടാറുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയാവും കേട്ടോ. ഇനി ചൂടാറിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചാൽ പത്തിരിക്ക് കുഴച്ച് വെച്ചാൽ പൊടി ഉണ്ടല്ലോ, അത് ഇതേപോലെ തന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ ഒരു ഉരുളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം വട്ടം പിടിച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് അമർത്തി ഒരു കട്ടിപ്പത്തിൻ്റെ രൂപത്തിലാക്കുക. എന്നിട്ട് നടുഭാഗം ഒന്ന് കുഴിച്ചെടുക്കണം. സാധാരണ നമ്മൾ കൂട്ടൊക്കെ വെക്കാനും വേണ്ടി നടുഭാഗം ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടൊന്ന് തിക്കായി വന്നിക്കണേ, അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതുപോലെ അടച്ച് നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിലോ ഇതേപോലെ ഉരുള വേണമെങ്കിൽ ഉരുളൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഇതുപോലെ ഒരു ചെറിയൊരു പത്തിൻ്റെ രൂപത്തിലാക്കിയെടുക്കണേ. ഞാൻ വട്ടമൊക്കെ നമുക്ക് ഈ പലകയിൽ വെച്ച് ഇതേപോലെ ഒന്ന് അമർത്തി വട്ടമൊക്കെ ശരിയാക്കിയെടുക്കുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തങ്ങനെ ഇനി അവസാനമായിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിക്കണേ. ഇതേപോലെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക, നമുക്ക് അടി പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ വട്ടത്തിലും നമുക്ക് ഓരോന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ തീ അനുസരിച്ച് ഇത് 20-30 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 25 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം ഒന്ന് വെന്തിക്കണം കേട്ടോ. കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ലോണം ഒന്ന് വെന്തിക്കണത് ഇപ്പോൾ കണ്ടില്ലെങ്കിൽ നല്ലോണം വെന്തെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ഓരോന്നായി പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ കാണാനും കഴിക്കാനും ഭംഗിയില്ല ഒരുപാട് റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.